മരണം വരെ ചൊല്ലണം. മാറാൻ പാടില്ല എന്ന് വെച്ചിട്ട് മറ്റേത് ചൊല്ലരുതെന്നല്ല, ഏത് മന്ത്രം ചൊല്ലാം, പക്ഷെ ഇത് ദിവസവും ഉപാസിച്ചു കൊള്ളണം. നമ്മൾ ഭാഗവത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഭാഗവത്തിൽ നമ്മൾ കാണാൻ പോകുന്ന ഭാഗം, നേരത്തെ സ്വയംഭൂ മനുവും ശതരൂപാദേവിയും കല്യാണം കഴിച്ച കാര്യം പറഞ്ഞു. ഈ സ്വയംഭൂ മനുവിനും ശതരൂപാദേവിക്കും 5 മക്കളുണ്ടായി. അവരുടെ ചരിത്രമാണ് ഇനി പറയുന്നത്. 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. മൂത്ത പെൺകുട്ടിയായിരുന്നു ദേവഹൂതി. ആരാണ്? രണ്ടാമത്തത് ആകൂതി. 3 പ്രസൂതി. അതിൽ ദേവഹൂതിയുടെ കാര്യം ഇപ്പം നമ്മൾ പറയുന്നത്. അതിൽ രണ്ടാമത്തെ പെൺകുട്ടിയുടെ പേര് ആകൂതി എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അപ്പോ മൂന്നാമത്തെ പെൺകുട്ടിയാണ് പ്രസൂതി. പ്രസൂതിയിൽ വന്ന കുട്ടിയാണ് ദക്ഷ പ്രജാപതി തുടങ്ങിയുള്ള കഥകൾ. നിൽക്കട്ടെ. അപ്പൊ ഈ ദേവഹൂതി പറയും എല്ലാവരും, ആ കുട്ടി കന്യകയെ, പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, പീരീഡ് കഴിഞ്ഞാൽ 1 2 കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. പഴയ കാലം അങ്ങനെയായിരുന്നു. അപ്പൊ ആരെയാണ് രാജാവ് ഈ സ്വയംഭൂമനോ തൻ്റെ മകളെ ഏൽപ്പിക്കുക? അപ്പം അദ്ദേഹത്തിന് ആരോ പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠനാണ് കർദമൻ എന്ന് പറയുന്ന ആള്. ഒരു തപസ്യായ ആളായിരുന്നു കർദമൻ. ഇപ്പൊ കൊട്ടാരത്തിലെ എല്ലാ സുഖജീവിതവും ഒക്കെ ജീവിക്കുന്ന പെൺകുട്ടി, തോഴിമാരും ഒക്കെ ഉള്ള കൊട്ടാരത്തിൽ നിന്ന് കർദമൻ ആശ്രമത്തിലാണ്. അപ്പൊ കർദമനാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ കർദമൻ പറഞ്ഞു, 2 ഡിമാൻഡുണ്ട്. ഈ പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാം. ഒന്ന്, എനിക്ക് സത്യത്തിൽ ഒരു ലൗകിക ജീവിതത്തോട് വലിയൊരു താല്പര്യമൊന്നുമില്ല. അപ്പം ഞാൻ എന്താണോ എൻ്റെ തപസ് ചെയ്യുന്നത് അതിനെ ഈ കുട്ടി ഒരു മുടക്കാവരുത് എനിക്ക്. രണ്ടാമത്തത്, ഇനിയിപ്പം എനിക്കൊരു ദാമ്പത്യ ജീവിതത്തിൽ താല്പര്യം വന്നാൽ, കുട്ടികളായാൽ ഞാൻ അവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞാൽ ഞാൻ പോവും, ഞാനിവിടെ നിൽക്കില്ല. ഇതിന് 2നും സമ്മതമാണോ ഞാൻ കല്യാണം കഴിച്ചോളാം. അച്ഛൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി, മകൾക്ക് ഇങ്ങനൊരു അവസ്ഥ വരും. പക്ഷെ ആ മകള് പറഞ്ഞു, ഞാൻ ഇത് ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ മകളെ കല്യാണം കഴിച്ചെടുത്തു. കർദമ പ്രജാപതി വളരെ വലിയ തപസ്യായിരുന്നു. ഈ പെൺകുട്ടിയും അത്രമാത്രം അദ്ദേഹത്തിന്റെ കൂടെ ഉപാസനയും അനുഷ്ഠാനങ്ങളുമായിട്ട് ജീവിച്ചു. വളരെ ആ ഒരു നിഷ്ഠയിൽ ജീവിച്ചു. കുറേ കാലം കഴിഞ്ഞ് ഈ കർദമൻ നോക്കുമ്പോണ്ട് ഭാര്യ എല്ലാം തോലുവാണ്. ഭാര്യയെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഇത്രയും എനിക്ക് വേണ്ടി തപസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ദേവി ഇത്രയും കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഞാൻ ദേവിയോട് അത്ര കടപ്പെട്ടിരിക്കണം, കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ ദേവി നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്, ദേവിക്ക് എന്താ മോഹം പറഞ്ഞോളൂ. പറഞ്ഞു, ഏതൊരു പെൺകുട്ടിയായാലും വിവാഹിതയായാൽ അമ്മയാവണം, എനിക്ക് സന്താന ഭാഗ്യം വേണമെന്നുണ്ട്. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ കർദമൻ ഒരു തടാകം കാണിച്ചു കൊടുത്തു. ആ തടാകത്തിൽ ചെന്ന് കുളിച്ചപ്പോൾ യൗവനം വീണ്ടും കിട്ടിയതാണ്, സൗന്ദര്യവും കിട്ടിയതാണ്. അങ്ങനെ ഒരു ബിന്ദു സരസ് എന്നൊരു ലേക്ക്, അതിൽ പോയി കുളിച്ചപ്പം സുന്ദരിയായി, ആരോഗ്യവതി. പക്ഷെ ഭാഗവതത്തിൽ ആ തടാകം എവിടെയാണെന്ന് എഴുതിയില്ല. ഈ ലേക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്താണെന്ന് എഴുതിയിട്ടില്ല. കാരണം എന്തായിരിക്കും? നിങ്ങളിത് ഇവിടെ നിർത്തി അവിടെ പോകുന്ന നമുക്കറിയാം. വ്യാസർക്ക് ബുദ്ധിയുണ്ട്. വ്യാസർക്കറിയാം ആളുകൾ ഭാഗവതം മടക്കി വെച്ച് മുങ്ങാൻ വേണ്ടി പോകുന്ന. അത് ആളുകളുടെ ഉള്ളിലുള്ള സ്വഭാവമാണത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. സുന്ദരിയായി, ഈ കർദമനും സുന്ദരനായി, യൗവനമായി, 2 പേരും ആരോഗ്യമുള്ളവരായി അവർ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നു. 9 പെൺകുട്ടികളുണ്ടായി. എത്രണ്ണം? 9. ഈ 9 പേരും ഓരോരുത്തരും വളരും. അവരൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് 7 പേരെ കല്യാണം കഴിച്ചത് സപ്തർഷികളാണ്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് വസിഷ്ഠ മഹർഷിയാണ്. എവിടെയാ വസിഷ്ഠൻ വരുന്നത്? വസിഷ്ഠ മഹർഷി എവിടെയാ വരുന്നത്? ഏത് കൃതിയിലാ വരുന്നത്? ഭാഗവത്തിലോ രാമായണം. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരെന്തായിരിക്കും? നോക്കട്ടെ എത്ര പേര് വായിച്ചിട്ടുണ്ട് രാമായണം എന്ന്. മോളെന്താ പറഞ്ഞ? ആര്യ, അഹല്യ.
ഗൗതമ മഹർഷി ശരിയാക്കും നിന്നെ. ഗൗതമന്റെ ഭാര്യയാണ് അഹല്യ. ആരാണ്? ഗൗതമൻ. ആരാണ് വസിഷ്ഠന്റെ ഭാര്യ? ആരൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ആരാണ്? അരുന്ധതി ദേവി. ആരാണ്? ഇപ്പൊ ഒരാളെ വസിഷ്ഠർക്ക് കല്യാണം, ഒരാളെ ധർമ്മമൂർത്തിക്ക് കല്യാണം. അങ്ങനെ 9 പേരുടെയും കഴിഞ്ഞു വരും. അപ്പം ഒരു ദിവസം കർദമൻ പറഞ്ഞു, ഇനി എന്നെ വിട്ടൂടെ ദേവി, ഞാൻ ലൗകിക ജീവിതത്തിലൊക്കെ മതി വന്ന ആളാണ്. പറഞ്ഞു, ഒരാഗ്രഹം കൂടിയുണ്ട്. എന്താണ്? ഒരു പുത്രനെ കൂടി എനിക്ക് വേണം. അപ്പൊ ചില വ്രതനിഷ്ഠകളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു പുത്രഭാഗ്യം കൂടി കിട്ടി. ആ പുത്രനായിരുന്നു ഭാരതത്തിൻ്റെ, നമ്മുടെ ഭാരത സംസ്കൃതിയുടെ, ഹൈന്ദവ സംസ്കൃതിയുടെ, സനാതനധർമ്മത്തിൻ്റെ അടിത്തറ ഉറപ്പിച്ചത്. അദ്ദേഹം എഴുതിയ കൃതിയാണ് സാംഖ്യശാസ്ത്രം. ഹിന്ദുമതത്തിന്റെ ഫൗണ്ടേഷൻ ഇരിക്കുന്നത് സാംഖ്യ ഫിലോസഫി പറയും, സാംഖ്യശാസ്ത്രത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സാംഖ്യ സയൻസും ഫിസിക്സും വളരെ കണക്റ്റഡ് ആണ്. ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ഈവൻ ഐൻസ്റ്റീൻ പറഞ്ഞതൊക്കെ 8,000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് കപിലൻ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ കപിലൻ പറഞ്ഞ കാര്യങ്ങള് ആണ് കൃഷ്ണൻ കോപ്പി ചെയ്തിട്ട് 2nd ചാപ്റ്റർ ഗീതയില് 11ാം അധ്യായം മുതൽ 28ാം ശ്ലോകം വരെയുള്ള 18 ശ്ലോകങ്ങളിൽ കൃഷ്ണൻ എഴുതിയത്. കൃഷ്ണൻ പറഞ്ഞു വെച്ചിരിക്കും. അതിന് സാംഖ്യയോഗം എന്ന് പറയും. ഒരു എക്സാമ്പിൾ നോക്കൂ. നമുക്ക് ഐൻസ്റ്റീനിയൻ ഫിസിക്സും ഈ കപിലന്റെ ഈ സാംഖ്യ സയൻസും എത്ര കണക്റ്റഡ് ആണ് നമുക്ക് നോക്കാം. 2ാം അധ്യായം എടുക്കുക, ഗീത 16ാം ശ്ലോകം എടുക്കുക. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഐൻസ്റ്റീൻ വന്നതിനേക്കാൾ മുമ്പാണോ ഗീത എഴുതിയത്? ഗീത അതിനുശേഷമാണോ? ഗീത എഴുതിയത് ഐൻസ്റ്റീനൊക്കെ കാലശേഷമാണോ അതിനു മുമ്പാണോ? മുമ്പാണോ പിമ്പാണോ? മുമ്പാണ്. ഗീതയൊക്കെ എഴുതിയിട്ട് എത്ര വർഷം? ചരിത്രകാരന്മാർ തന്നെ 3000-ലധികം വർഷം. അതായത് നമുക്ക് AD BC എന്നൊക്കെ അല്ലേ? AD BC, ഇത് BC ആണ്. അതായത് ക്രിസ്തു വരുന്നതിന് മുമ്പ് ഏതെഴുതിയിട്ടുണ്ട്? നമ്മുടെ കൃതികളൊക്കെ BC ആണ്, ബിഫോർ ക്രിസ്റ്റ് ആണ്. ഇന്ന് അല്ലേ, ഇന്ന് പറയുന്നത് ക്രിസ്ത്യൻ എറാന്നൊക്കെ മാറ്റിപ്പോ, പണ്ടായിരുന്നു അതൊക്കെ. അപ്പൊ ഇത് ഏർലി സ്റ്റേജിൽ എഴുതിയ പുസ്തകങ്ങളാണ്. ഐൻസ്റ്റീനൊക്കെ, ആൽബർട്ട് ഐൻസ്റ്റീനൊക്കെ വന്നിരിക്കുന്നത് ക്രിസ്തുവിന് ശേഷമാണ്. അപ്പൊ 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഗീതയിലെ ഒരു ശ്ലോകം എടുത്തു നോക്കുക, 2:16. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ കൃഷ്ണൻ പറയുന്നത്, നാസദോ വിദ്യതേ ഭാവോ ന അഭാവോ വിദ്യതേ സദാ ഉഭയോരവി ദൃഷ്ടോന്ത ത്വനയോ തത്വദർശിപി. ഇതാണ് ശ്ലോകം. പറയുന്നത് ന അസതോ വിദ്യതേ ഭാവ. അസത്ത് എന്നുള്ള വാക്കിനർത്ഥം ഇവിടെ, അസത്ത് എന്ന് പറഞ്ഞാൽ സത്തല്ലാത്തത്. എന്താണ്? സത്ത് അല്ലാത്തത്. ഈ സത്തല്ലാത്തതിനൊരിക്കലും സത്ത് എന്നുള്ളൊരവസ്ഥ ഒരിക്കലും വരില്ല. അസത്തൊരിക്കലും സത്താവില്ല. പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇല്ലാത്തതൊരിക്കലും ഉണ്ടാവില്ല, ഇല്ലാത്തതൊരിക്കലും ഉണ്ടാവില്ല. രണ്ടാമത് എന്താ പറയുന്നത്? അഭാവം വിദ്യതേ സദാ. അഭാവം ഇല്ലാതെയാവുക. സത്തൊരിക്കലും അഭാവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഉള്ളതൊരിക്കലും ഇല്ലാതാവില്ല. ഇത് തന്നെയല്ലേ ഐൻസ്റ്റീനും പറയാനുള്ളത്. നീദർ എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയ്ഡ്. ഇല്ലാത്ത ഒന്നിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഉള്ളതിനെ നിങ്ങൾക്ക് ഇല്ലാതാക്കാനും പറ്റില്ല. നീദർ എനർജി ക്യാൻ ബി ക്രിയേറ്റഡ്, ദാറ്റ് മീൻസ് യു കാൻ ക്രിയേറ്റ് ഇറ്റ്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യണം. വേണോ? വേണോ? അതിനല്ലേ എവിടെയും കൃഷ്ണൻ പറയുന്നത്, കപിലൻ. ഇല്ലാത്തതൊന്നും ഉണ്ടാവുകയുമില്ല, ഉള്ളതൊന്നും ഇല്ലാതാവില്ല. ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഹിന്ദുക്കൾക്ക്. ഇപ്പൊ നമ്മൾ എന്താ വെച്ചാൽ, നമ്മുടെ ഒരു അവസ്ഥ, നമ്മളിപ്പോ ഹിന്ദുക്കളാണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ക്രിസ്ത്യൻ തോട്ട്സുകളാണ്, ഹിന്ദു ഫിലോസഫി അല്ല. ഇപ്പൊ നമ്മൾ അവര് പറയുന്നതൊക്കെ നമ്മളും
കൂടുതലാണ്. നമ്മളിപ്പം മരണാനന്തരം നിങ്ങളുടെയൊക്കെ വിചാരം മരിച്ചു കഴിഞ്ഞാൽ എവിടെയോ നമ്മൾ സ്വർഗത്തിലെത്തുന്നു, അല്ലെങ്കിൽ ചിലരുടെയൊക്കെ വിചാരം മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ അവസ്ഥ എന്താണ്. എപ്പോഴും അതിനെക്കുറിച്ച് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു ചെറിയ കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ശ്രാദ്ധം ചെയ്യാറില്ലേ? അല്ലെങ്കിൽ കർക്കിടകവാവൊക്കെ നോക്കാറില്ലേ? ഉണ്ടോ? കർക്കിടകം ചെയ്യാറില്ലേ? എന്തിനാ കർക്കിടകവാവൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെയൊന്നും ചോദിക്കില്ല എൻ്റെ സ്വാമി, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ. എന്തിനാ നമ്മൾ കർക്കിടകവാവൊക്കെ ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കണോ വിചാരിക്കണ്ട, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് ചോദിക്കണോ ഈ ചോദ്യം എങ്ങനെ കരുതുക? എന്തുത്തരാ നിങ്ങൾ കൊടുക്കുക? അല്ല, ഒരു ഉത്തരം വേണ്ട, അതിന് വേണോ? എന്തിനാണ് നമ്മൾ കർക്കിടകവാവ് ചെയ്യുന്നത്? മരിച്ചവർക്ക് ഒരു ഗതി കൊടുക്കാൻ. അവര് നിങ്ങളെ ഒരു വഴിക്കാക്കിയിട്ടാ പോയത്, ഇനി അവർക്കെന്ത് ഗതി കൊടുക്കാനാണ്? ജീവിച്ചിരിക്കുമ്പോൾ ഗതി കൊടുക്കാൻ പറ്റാത്തവർ ഇനി ശത്രു എഴുതിയിട്ടാണോ ഗതി കൊടുക്കാൻ പോണത്? മരിച്ചവർക്ക് ഗതി കൊടുക്കാനാണോ? നിങ്ങളത് പിച്ചുമ്പയും പറയണത് ഒന്നുകിൽ ഉറക്കെ പറയുക, അല്ലെങ്കിൽ ഉണ്ടായിരിക്കുക. എന്തിനാണ് അത്? ചുരുക്കപ്പോൾ അത് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മളെ പഠിപ്പിച്ചിരി ശ്രദ്ധിക്കുക, മരിച്ചവർക്ക് മോക്ഷം കിട്ടും, മരിച്ചവരുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, അവരുടെ ആത്മാവിനൊരു ഗതി കൊടുക്കുക, ആത്മാവിന് മോക്ഷം കൊടുക്കുക, ഇങ്ങനെയൊക്കെയല്ലേ പൊതുവേ ധാരണ. ആണോ അല്ലയോ? എന്നാൽ സത്യത്തിൽ അതല്ല. നിങ്ങൾ നോക്കൂ, ഈ ഒരൊറ്റ ശ്ലോകം വെച്ചിട്ട് ഇല്ലാത്തതൊന്നും ഉണ്ടാവുകയില്ല, ഉള്ളതൊന്നും ഇല്ലാതെ. അപ്പം നമ്മളുണ്ടോ? ഒപ്പം നമ്മുടെ ശരീരം എന്നും ഉണ്ട്, പക്ഷെ ഈ രൂപത്തിലല്ല. ഇതിൻ്റെ ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ എനർജി എന്ന് വിളിച്ചോ, അതെന്നും ഇവിടെ ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നോക്കൂ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ശരീരം കത്തിക്കും. ഇതിലുള്ള ബോണ്ട് അതെല്ലാം മണ്ണിലേക്ക് ചേർന്ന് ഇതെല്ലാം. ഇപ്പൊ നമ്മൾ സപ്പോസ് നമ്മുടെ ആരെങ്കിലും മരിച്ചു, അച്ഛനോ ആരെങ്കിലും മരിച്ചു, അവിടെ ദഹിപ്പിച്ചു, അവിടെ തൈ വെക്കുക, എന്തെങ്കിലുമൊക്കെ വാഴ വെക്കുക, അല്ലെങ്കിൽ തെങ്ങോ എന്തെങ്കിലും, നിങ്ങൾ തെങ്ങിന്റെ തെങ്ങ് വെച്ചു അവിടെ. അപ്പൊ ആ എല്ലും മറ്റുമൊക്കെ പൊടി വളമായി ഏത് വലിച്ചെടുക്കും? തെങ്ങ് വലിച്ചെടുക്കും. ഉണ്ടോ? ഇല്ല, നിഷേധിക്കാൻ പറ്റുമോ? പറയൂ. നിങ്ങളുടെ അച്ഛൻ ഇപ്പൊ എവിടെയുണ്ട്? നിങ്ങൾ അച്ഛൻ തെങ്ങിന്റെ മുകളിൽ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട, അല്ല, ആ രീതിയിൽ എടുക്കണ്ട. ഇനിയിപ്പൊ അങ്ങനെ ഒരു ചിത്രം, അച്ഛൻ തെങ്ങിന്റെ മുകളിൽ കയറി അച്ഛനെന്താ തേങ്ങ വലിക്കാൻ പോകും? അല്ല. അപ്പൊ അച്ഛനായിരുന്ന ആ വ്യക്തിയുടെ ശരീരത്തിൽ നിങ്ങൾ ചിരിക്കുമ്പോഴർത്ഥം മനസ്സിലാക്കൂ. ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥ. അപ്പൊ ഉണ്ടോ? ഉണ്ട്. ഇനിയിപ്പോ ആ തെങ്ങ് കൊലച്ചു, തേങ്ങ മൂത്തു, നിങ്ങൾ വലിച്ചു, നിങ്ങളത് തേങ്ങയൊക്കെ പൊട്ടിച്ച് ചിരകി കറിയിൽ ചേർത്തു, നിങ്ങൾ തീയലുണ്ടാക്കി അങ്ങ് കഴിച്ചു. നിങ്ങളുടെ അച്ഛൻ എവിടെ ഉണ്ട്? പറയൂ. ശരിക്കും നിങ്ങൾ സത്യം കൂടി മനസ്സിലാക്കും. ഇത് റീസൈക്കിൾ ചെയ്ത് വരുന്നുണ്ടോ? അതിൻ്റെ ഒരു അംശം നമ്മളിലേക്ക് വരുന്നുണ്ടോ? അപ്പൊ എവിടെയത്, ഏത് പോയിന്റിൽ അത് ഇല്ലാതെയാവുന്നത്? അത് പറയാനാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഉള്ളതെല്ലാം എന്നും ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ കൂടെയുണ്ട്. ഉണ്ടോ? കുട്ടിക്കാലം മുതൽക്കുള്ളൊരു മനസ്സ് നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾ നോക്കൂ, ജനിച്ച ഒരു കുഞ്ഞുവാവിക്ക് പോലും മനസ്സുണ്ടോ? ആ മനസ്സ് ശ്രദ്ധിക്കുക നിങ്ങൾ. അത് ഈ ശരീരം വിട്ടുപോയാലും എങ്ങോട്ടും പോവാനില്ല, ഇവിടെ തന്നെയൊക്കെ ഉണ്ടത്. കാരണം ഇവിടെ ഉള്ളതൊന്നും ഇല്ലാതാവുകയില്ല. അത് വീണ്ടും മറ്റൊരു ജന്മത്തെ എടുക്കണം. അതെങ്ങനെ എടുക്കുന്നുള്ള കപിലൻ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ ശ്രാദ്ധം ചെയ്യുമ്പോൾ
വാസ്തവത്തിൽ ആ ആത്മാവിനൊരു ഗതി കൊടുക്കാനല്ല, നമ്മളൊരു വലിയ ഒരു ചെയിൻ്റെ ഭാഗമാണ്. ഇന്നിതിനെ ജെനറ്റിക് സയൻസ് എന്ന് പറയും, ചങ്ങല പോലെ. ഇപ്പം ഞാൻ ഇവിടെ ഈ രൂപത്തിലിരിക്കുന്നെങ്കിൽ എൻ്റെ ഒരു 7 ജനറേഷൻ്റെ സംസ്കാരവുമായി, ജീവിതവുമായി, ആഹാര രീതിയൊക്കെ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ജെനറ്റിക് സയൻസ് എന്നുള്ളത്. എൻ്റെ ജീൻ, എൻ്റെ ശരീരത്തിലെ ഓരോ ക്രോമസോംസും ജീനും അതിൻ്റെ ജീനും നോക്കിക്കഴിഞ്ഞാൽ 7 ജനറേഷനായിട്ട് കണക്റ്റഡ് ആണ്. നിഷേധിക്കാൻ പറ്റും എനിക്ക്, ആണോ? അപ്പൊ എൻ്റെ ജീവിതം ഞാൻ 7 തലമുറയോട് കടപ്പെട്ടിട്ടുണ്ടോ? പറയൂ. അപ്പൊ ഞാൻ അവരോടുള്ള കടപ്പാട് തീർക്കാൻ വേണ്ടി അനുഷ്ഠിക്കുന്നതാണ് ശ്രാദ്ധം. മനസ്സിലാവുണ്ടോ? അതൊരു കടപ്പാടിൻ്റെ, അതൊരു ബഹുമാനത്തിൻ്റെ, അത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ജന്മം തന്ന് ഞാനൊരു പാരമ്പര്യത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന അവരോട് കാണിക്കുന്നൊരു പറയൂ കടപ്പാട്. മനസ്സിലാവുണ്ടോ? അല്ലാതെ ആത്മാവിനൊന്നും എനിക്ക് ചെയ്യാനില്ല. നമുക്ക് നോക്കാം, കപിലൻ ഈ ഒരു ഗംഭീരമായ സാങ്കേയോഗം നമുക്ക് തരുമ്പോൾ അത് വളരെ ഗംഭീരം തന്നെയാണത്, പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇൽക്കടെ നമുക്ക് കപിലയോപാഖ്യാനത്തിലേക്ക് വരാം, ഭാഗവതത്തിലെ. അങ്ങനെ അച്ഛൻ തപസ്സിന് പോയി, കർദമ പ്രജാപതി. കഥയും കൂടി മനസ്സിലാക്കണം. അമ്മയും മകനും മാത്രമായി. അമ്മയുടെ പേര് ദേവഹൂതി, പുത്രൻ കപിലൻ. ഒരു ദിവസം ദേവഹൂതിക്ക് മനസ്സിലായി, ഈ പുത്രനും എന്നെ വിട്ട് പോവും. കാരണം ധ്യാനത്തിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള തോട്ട്സിലായിരുന്നു ആ മകന്റെ ജീവിതം. അപ്പൊ മകൻ എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അമ്മയ്ക്ക് മകന്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ മനസ്സിലായി, എത്രയോ ആത്മീയമായി ഉയർന്ന മകനാണത്. അമ്മയുടെ മനസ്സിലുണ്ടല്ലോ പുത്രൻ എന്ന ഭാവത്തെ അമ്മയ്ക്ക് അതിൽ നിന്ന് അമ്മ മാറി ആ മകനെ ഗുരുസ്ഥാനത്ത് കാണാൻ തുടങ്ങി. ഏത് സ്ഥാനത്ത്? ഒരു ഗുരുവിന്റെ സ്ഥാനത്ത്. ഒരു അമ്മ മകനെ ആരായി കാണാണ്? അത്ര സ്പിരിച്വലി വോൾഡ് ആയിട്ടുള്ള ഒരാള്. ഒരു ദിവസം അമ്മ മകന്റെ മുന്നിൽ നമസ്കരിച്ച് ചോദിക്കുകയാണ്, നീയും നാളെ എന്നെ വിട്ടുപോകും, എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല, ഞാൻ ഒറ്റപ്പെടും. അച്ഛനും പോയി. ഞാൻ നേരത്തെ കുറെ തപസ്സൊക്കെ അച്ഛൻ്റെ കൂടെ ചെയ്തു, പക്ഷെ ഇപ്പോൾ എൻ്റെ മനസ്സിനെ എനിക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല. എൻ്റെ മനസ്സ് അലഞ്ഞു തിരിഞ്ഞ് ഞാൻ ആകെ അസ്വസ്ഥയാണ്. നീയും കൂടെ പോയാൽ എൻ്റെ മാനസികാവസ്ഥ കൈവിട്ടു പോവും. ഞാനൊരു അന്ധകാരത്തിൽ ഞാൻ മുങ്ങിക്കിടക്കുകയാണ്. ഉണ്ണി എന്നെ കൈ പിടിച്ചുയർത്തണം, എനിക്ക് വഴി കാണിക്കണം. ഒരമ്മ മകന്റെ മുന്നിൽ, എനിക്ക് നീ വഴി കാണിച്ചു തരൂ ഉണ്ണി, എനിക്ക് നീ വഴി കാണിച്ചു തരൂ എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥ നോക്കൂ നിങ്ങള്. അപ്പോ എത്ര വലിയ വ്യക്തിയായാലും കുറേ കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് മനസ്സാണ്. മനസ്സ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഒരു കാര്യത്തിലും പിടിച്ചു നിർത്താൻ പറ്റില്ല. കുറെ കഴിഞ്ഞാൽ മനസ്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ട് രാമൻ മാനിനെ പിടിക്കാൻ പോയതുപോലുള്ള അവസ്ഥ വരും. പിടികിട്ടിയത് വിചാരിക്കും പോയി. ഈ ചഞ്ചലാവസ്ഥ ഇത് അനുഭവിക്കുകയാണ് അമ്മ ദേവഹൂതി. ഇത് എന്നെ രക്ഷിക്കണം. കാരണം നമുക്ക് പ്രായമാകും തോറും മനസ്സ് പിടികിട്ടിയില്ലെങ്കിൽ ശരീരത്തിന്റെ പ്രശ്നങ്ങള്, ഇല്ലാത്ത കാര്യങ്ങള് വെറുതെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടും. നിങ്ങൾ നോക്കൂ, പ്രായമായ നല്ലൊരു ശതമാനം ആൾക്കാരും ഇന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് വെന്റിലേറ്ററിൽ കിടന്ന് മരിക്കേണ്ട ഗതികേടുണ്ടായി. ഓർമ്മയില്ല, കാരണം മനസ്സ് കൈവിട്ടുപോയി. ആണോ അല്ലേ? എനിക്ക് അങ്ങനെയുള്ളൊരു ദുരിതം വരരുത്. എന്ത് ചെയ്യണം ഞാൻ? എൻ്റെ മനസ്സ് കൈവിടാതെ പിടിച്ചു നിർത്തണം. ആ മകൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണ് കാപിലയോപാഖ്യാനം. ഭാഗവതത്തിൽ 3-ാം സ്കന്ധത്തില് 25 അധ്യായം മുതൽ അങ്ങ് 34 അധ്യായം വരെ കണ്ടിന്യൂസ്ലി അമ്മ ചോദിക്കുന്നു, അതിനുത്തരം പറയണം. ചില ശ്ലോകങ്ങൾ നമുക്ക് നോക്കിയെടുക്കേണ്ടതുണ്ട്. ഈ കപിലൻ പറഞ്ഞു കൊടുക്കണം അമ്മയോട്,
ഈ ജീവിതത്തെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം. ആദ്യം അമ്മയോട് പറയുന്നത് വളരെ ഗംഭീരമാണ്. ഈ ശ്ലോകങ്ങളൊക്കെ 25 അധ്യായത്തില് കപിലൻ ആദ്യം തന്നെ പറയുന്നത് യോഗ ആധ്യാത്മിക പുംസാം അധോനിശ്രേയസായമേ അത്യന്ത ഉപരതിർയത്ര ദുഃഖസ്യ ച സുഖസ്യ ച. നോക്കൂ, വളരെ ശ്രദ്ധിക്കണേ. ഏതൊരു വ്യക്തിക്കും യോഗ, ആ വാക്ക് പറയൂ. യോഗ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മൾ യോഗ എന്ന വാക്കിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്, ഇന്നിപ്പം യോഗ എന്ന് കേട്ടാൽ നിങ്ങളുടെ വിചാരം എന്താണ്? തലകുത്തി നിൽക്കലാണ്. മീൻസ് ആസനങ്ങൾ എന്ന് പറയും അല്ലേ, യോഗാസനം, അങ്ങനെയല്ലേ? ഞാൻ യോഗയ്ക്ക് പോവുക ഒരു മാറ്റുമായിട്ട്. പണ്ടൊക്കെ ആളുകൾ ചൂട്ടുമായിട്ട് പോയൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ടോർച്ചൊന്നും ഇല്ലാത്തൊരു കാലം, പഴയ കാലത്ത് അല്ലേ, ഉണ്ടായിരുന്നില്ലേ? കണ്ടിട്ടുണ്ടോ പഴയ കാലത്തെ ചൂട്ടുകളൊക്കെ? എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇതുപോലെ ഇന്നിപ്പോ വേറൊരു ചൂട്ടാണ് യോഗ മാറ്റ്. ഇതും കൊണ്ട് ആളുകൾ പോകും. ഞാൻ ആരെയും കളിയാക്കല്ലേ, ഒരുവിധം ഒരു സ്പെയർ പാർട്സും ഇളകാതെ വരുമ്പോഴാണ് യോഗയ്ക്ക് പോവുക. മനസ്സിലായില്ലേ? ഒരുവിധം ഒരു ഭാഗമൊന്നും ഇളകില്ലേ, എന്നിട്ട് അവിടെ നിന്ന് പറയും ആര്യാടുത്ത് എന്ത് വലുത് ഇളകാൻ പറ്റുന്നുണ്ടോ? മനസ്സിലായില്ലേ? എന്തായാലും ഒരു രസമാണ് ഇതൊക്കെ. ഒരമ്മ എന്നോട് പറഞ്ഞു, സ്വാമി ഞാൻ ഡെയിലി യോഗ ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു എന്താ ചെയ്യാറ്, എന്ത് യോഗയാണെന്ന്. ഒരുവിധമൊക്കെ ചെയ്യും സ്വാമി. അമ്മ ഏറ്റവും കൂടുതൽ ഏത് ആസനം, സൂര്യ നമസ്കാരം ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടത് ലാസ്റ്റ് ശവാസനാണെന്നാണ്. ഈ മാറ്റ് കൊണ്ടുകൊണ്ട് അതിനാണ്. കാരണം അവിടെ ഇൻസ്ട്രക്ടർ പറയും നൗ യു റിലാക്സ് റിലാക്സ്. ഇത് 2 വാക്ക് പറയും, കേറിപ്പോയി സാധനം, നേരെ ടേക്ക് ഓഫ്, കഴിഞ്ഞു. ഇതാണ് കുറെ എണ്ണത്തിന്റെ യോഗ. കാരണം ഒരുവിധം സ്പെയർ പാർട്സ് ഇളകുമ്പോഴേക്കും വേദന വന്നു. മുട്ടുന്ന വേദന, അവിടുന്ന് വേദന, അവിടുന്ന് വേദന. പിന്നെ ലാസ്റ്റ് പറഞ്ഞു എല്ലാവരും മലർന്നു കിടന്നോളൂ, അവ സുഖാണല്ലോ, അതിനി പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ടല്ലോ, കയ്യോ കാലോ പൊക്കാൻ പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. പിന്നെ അതാ റിലാക്സ് റിലാക്സ് റിലാക്സ്. പിന്നെ ഇയാൾ അലാം വെച്ചിട്ട് വിളിച്ചുണർത്തണം. യോഗയിൽ പോയതാ, നിദ്രയിൽ, യോഗ നിദ്ര. ഞാൻ ആരും കളിയാക്കല്ല, നമ്മുടെ ഒരവസ്ഥ. യോഗ എന്ന വാക്കിനർത്ഥം എക്സസൈസ് എന്നല്ല. യോഗ എന്നതിന് പതഞ്ജലി കൊടുത്ത മീനിങ് അറിയോ നിങ്ങൾക്ക്? യോഗ ചിത്തവൃത്തി നിരോധ. ഇത് പതഞ്ജലി മഹർഷി കൊടുത്ത നിർവചനാണ്. ചിത്തവൃത്തികൾ ചിത്തവൃത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലെ തോട്ട്സിനെ, അതിനെ നമ്മൾ ചിത്തവൃത്തി നിരോധം, നിരോധിക്കുക, അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് യോഗ. അപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു യോഗയാണ്. അതിന്റെ പേരാണ് അധ്യാത്മയോഗ. അതാണ് കപിലൻ പറഞ്ഞു കൊടുക്കുക, യോഗ ആധ്യാത്മിക പ്രോക്ത, യോഗ ആധ്യാത്മികം. അപ്പൊ മനസ്സിന് ട്രെയിൻ ചെയ്യാണ് നമ്മൾ. ഒരു ക്ഷേത്രം ഒരു യോഗാ കേന്ദ്രമാണ്. മനസ്സിലായില്ലേ? നേരത്തെ ക്ഷേത്രജ്ഞപാലിനി എന്നൊക്കെ പറഞ്ഞ് നമ്മള് ക്ഷയവൃദ്ധി എന്നൊക്കെ വായിച്ചില്ലേ? ദൗർഭാഗ്യതൂലവാതൂല ജരാതന്തര വിപ്രഭ. ദൗർഭാഗ്യതൂലവാതൂല, എല്ലാ ദൗർഭാഗ്യങ്ങളെയും പൊടിച്ചു കളയുന്നവിടെ. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ, നേരത്തെ വായിച്ചില്ല ഇതൊക്കെ. അപ്പം അന്തർമുഖം, ഉള്ളിൽ അന്തർമുഖരാവ്. അങ്ങനെ മനസ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുക. അതിനാണ് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുന്നതിന് മുമ്പ് കുട്ടികൾക്ക് എന്തുപദേശിക്കണം? മന്ത്രദീക്ഷ കൊടുക്കണം. എന്താണ് മന്ത്രദീക്ഷ? എന്താ മന്ത്രദീക്ഷ എന്ന് പറഞ്ഞാല്, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ കുലദേവതയുമായി ബന്ധപ്പെട്ടതോ, അല്ലെങ്കിൽ നിങ്ങളുടെ പരദേവതയായിട്ട് ബന്ധപ്പെട്ടതോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമദേവതയായിട്ട് ബന്ധപ്പെട്ടതോ ആയ ആ ആരാധനാമൂർത്തിയുടെ ഒരു മന്ത്രം, അത് ജപിക്കാൻ ശീലിക്കണം. ഇനി അതൊന്നുമില്ല, ഗായത്രി ജപിച്ചാൽ മതി. പക്ഷെ ഗായത്രി ഒക്കെ ജപിക്കുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ജപിക്കുന്നതിൻ്റെ ഒരു അർത്ഥമറിഞ്ഞില്ലെങ്കിൽ ആ മന്ത്രോച്ചാരണമൊക്കെ തെറ്റാൻ പാടില്ല. മന്ത്രോച്ചാരണങ്ങളൊക്കെ അതിനനുസരിച്ച് ജപിക്കുമ്പോഴതൊരു ഫലം കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മള് ഓം ഭൂർഭുവസ്വത്തത് സവിതോർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ ഉണ്ടാകുന്നൊരു വൈബ്രേഷൻ, ഒരു ഫ്രീക്വൻസി നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ബ്രെയിൻ വേവ്സും ഉള്ളിൽ ഉണ്ടാക്കുന്ന പ്രാണനിൽ ഉണ്ടാക്കുന്ന വേവ്സും അതൊക്കെ അത്ര ഉൾക്കൊള്ളണം.
അല്ലാത്തവരെ ചെയ്തു കഴിഞ്ഞാൽ നേരെ വിപരീതമാവും. അത് വേണ്ടത്ര ഇഫക്റ്റീവ് ആവില്ല. അതാണ്. അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ലത് ഈ കുലദേവത പരദേവതാ മന്ത്രങ്ങൾ. ഇപ്പം നിങ്ങളുടെ ദേവി ഉപാസന, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അതൊക്കെ ചൊല്ലാം. മനസ്സിലാവുണ്ടോ? സ്വരിച്ചു ചൊല്ലേണ്ട കാര്യമില്ല. മറ്റേതാകുമ്പം ഇത്തിരി അതിനോരോ മാത്ര എന്ന് പറയും, മന്ത്രങ്ങൾക്ക് ഓരോ മാത്രകളുണ്ട്. രണ്ടാമത്തത്, ഇപ്പൊ കൃഷ്ണന്റെ ഭക്തരാണെങ്കിൽ ഹരേ രാമ ഹരേ രാമ. ഏത് മന്ത്രായാലും ഒരിക്കൽ നിങ്ങൾ ദീക്ഷ സ്വീകരിച്ചാൽ മരണം വരെ ചൊല്ലണം. മാറാൻ പാടില്ല എന്ന് വെച്ചിട്ട് മറ്റേത് ചൊല്ലരുതെന്നല്ല, ഏത് മന്ത്രം ചൊല്ലാം. പക്ഷെ ഇത് ദിവസവും ഉപാസിച്ചു കൊള്ളണം. ഇത് നിങ്ങൾ ആവർത്തിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? നിങ്ങളുടെ ശ്രദ്ധ ആ മന്ത്രത്തിലേക്ക് ക്രമേണ അടുത്തടുത്തടുത്ത്, ഈ ശ്രദ്ധയിലാണ് ജീവിതം. ശ്രദ്ധയിലാണ് നമ്മുടെ ജീവിതം. ഇപ്പൊ നിങ്ങളെ ഒരാൾ വളരെ അബ്യൂസ് ചെയ്തു, വളരെ വേദനിപ്പിച്ചു, നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ മൈൻഡ് പുറത്തു വരില്ല. കാരണം അതെന്നെ ശ്രദ്ധിക്കും. എന്നെന്തിനാ അങ്ങനെ പറഞ്ഞത്, ഞാൻ എന്തിനാ അത് കേട്ടത്, എന്നെന്തിനാ അങ്ങനെ പറഞ്ഞു, ഞാനെന്താ അത് ഇല്ലേ, പറയൂ ഇല്ലയോ? ആണോ? പറയൂ ഇല്ലയോ? അപ്പൊ അതിൽ നിന്ന് ശ്രദ്ധ പുറത്തേക്ക് കൊണ്ടുവരൽ അത്ര എളുപ്പമല്ല. അപ്പൊ ഇവിടെ നമ്മൾ പരിശീലിച്ച് വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ സ്പേസ് ക്രിയേറ്റ് ചെയ്യും. 2 ചാനൽ, നിങ്ങളുടെ ഇമോഷണൽ ചാനലും നിങ്ങളുടെ ഡിവോഷണൽ ചാനലും. ഈ ഡിവോഷണൽ ചാനൽ ഡെവലപ്പ് ചെയ്താൽ ഒരു സ്പേസ് ക്രിയേറ്റ്. ഈ ശ്രദ്ധ നമ്മളിട്ടല്ലോ, ഈ നെയ്ത്തുകാരുടെ തറി എന്ന് പറയും. നെയ്ത്തുകാരുടെ തറി കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ടക്ക് ഒരു വശം, ടക്ക് ഇപ്പുറത്ത്, അങ്ങനെയല്ലേ നെയ്തെടുക്കുക? ആണോ? ഇതുപോലെ ശ്രദ്ധ. ഈ ശ്രദ്ധയ്ക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്കും തിരിയാം. നമ്മുടെ സാധനാനുഷ്ഠാനം, ഉപാസന കൊണ്ട് അത് നമ്മളോട് സംസാരിക്കും. എന്തിനാ അപ്സെറ്റായി, ഇതൊക്കെ ഇങ്ങനെ പോട്ടെ, അതിനെ അത്ര ഗൗനിക്കണ്ട, ഡോണ്ട് നോ കെയർ ദാറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളത് നിസ്സാരമായി തട്ടിക്കളയും. ഈ ഒരു എബിലിറ്റി, നമ്മളിപ്പോൾ ഒരു താഴെ ഇരുന്നാൽ, ഇത്തിരി പൊടിയുള്ളിടത്തിരുന്നാൽ, നമ്മുടെ ഡ്രസ്സിൽ ആ പൊടി പിടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? എണീക്കുമ്പോൾ ഒരു തട്ടും, കഴിഞ്ഞു. ഇതുപോലെ മനസ്സിൽ തട്ടുന്ന പ്രശ്നങ്ങളെ ഒരു തട്ടി പോവാൻ സാധിക്കാൻ ഒരു എബിലിറ്റി വേണ്ടേ? ഒരു സ്ട്രെങ്ത് വേണ്ടേ? വേണോ? അത് ഉപാസന കൊണ്ട് നേടിയെടുക്കണം. അങ്ങനെ ഒരാൾക്ക് സാധിച്ചാൽ ദുഃഖസ്യച സുഖസ്യച, ദുഃഖവും സുഖവും സമമായി. എന്തായി? ദുഃഖവും സുഖവും സമമായി. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ പറ്റുന്നൊരു അബദ്ധം എന്താ വെച്ചാൽ, ഇപ്പൊ അവരൊരു കംഫർട്ട് സോണിൽ വളരുകയാണ്. അച്ഛനും അമ്മയും കെയർ ചെയ്യുന്നുണ്ട്, ഒരുവിധം കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഭക്ഷണത്തിലാണെങ്കിൽ ഇഷ്ടമാതിരി ഐറ്റംസ് ഉണ്ട്. ഇനി ഒന്നുമില്ലെങ്കിലും കുറുകുറു കുങ്കുറു ഒക്കെ വാങ്ങിച്ചു കഴിക്കാൻ പറ്റും. എല്ലാ സാധനങ്ങളും പാക്കറ്റ് കിട്ടുന്നുണ്ട്. ഉണ്ടോ? ഒന്നും മിണ്ടാത്തത് എല്ലാം ഇല്ലേ? ഇതെല്ലാം അകത്തേക്കാക്കാം. പോരാത്തതിനാണെങ്കിൽ ഇപ്പൊ പുതിയ സമ്പ്രദായം വന്നിരിക്കണു, ലഹരി അടങ്ങിയ ചോക്ലേറ്റുകളൊക്കെ. ലഹരി പുതിയ രൂപത്തിലൊക്കെയാണ് വരുന്നത്. എന്നോട്, ഞാൻ കാലിക്കറ്റിൽ സപ്താഹം നടത്തണേ, ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ കാലിക്കറ്റിൽ ഇദ്ദേഹം എവിടെ ഒരു സ്ഥലത്ത് പോയപ്പം രാത്രിയിൽ കുറച്ച് ചെറുപ്പക്കാർ ചായ കുടിക്കാൻ വരും. രാത്രിയിൽ ഒരു 9-9:30 ചായക്ക് ഭയങ്കര. ഇവർക്ക് സംശയം വന്ന ഒരു വേഷമൊക്കെ മാറി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോയി അവരാ ചായയൊക്കെ മേടിച്ച്, അപ്പൊ തന്നെ ഇവരെന്ത് ചെയ്തു, ഈ കടക്കാരനെ കാണാതെ ഇവർ പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ട് അതിനെ ടെസ്റ്റിന് അയച്ചപ്പോ ഇതില് ലഹരിയാണ്, ഈ ചായക്കകത്ത് ലഹരിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ സമൂഹത്തെ പറ്റിക്കുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഉന്മാദം, അത് കഴിക്കുമ്പം സ്വർഗം. ഈ ലോകത്തിലെ അത് ചെറുപ്പക്കാരെ സംബന്ധിച്ച് അതൊക്കെ വലിയൊരു, അവർക്കൊരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു സുഖത്തിന്റെ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത അനുഭവങ്ങൾ വരുമ്പോൾ, പ്രതികൂലമായത് വരുമ്പോൾ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ഒട്ടും തീരെ പറ്റില്ല.
പണ്ട് നിങ്ങളൊക്കെ വളർന്നതേ കുറെ നോ കേട്ടിട്ടാണ്. പണ്ട് നിങ്ങൾ വളർന്നത് തന്നെ ഒരുപാട് ഇൻസ്ട്രക്ഷനും ഡിസിപ്ലിനിലുമാണ്. ആണോ? അതുകൊണ്ട് നിങ്ങൾക്ക് കുറേയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും. ആണോ? ഇന്ന് ഉപ്പുമാവാണെങ്കിൽ ഉപ്പുമാവ് തന്നെയാണ്. ഇന്ന് ഉപ്പുമാവാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. വേണമെങ്കിൽ കഴിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ആണോ? ഇന്നതല്ല വാശിയ, അതന്നെ ഉണ്ടാക്കണം. ഉണ്ടോ ഇല്ലയോ? ഈ കംഫർട്ടിൽ വളരും തോറും ഒരു ഡിസ്കംഫർട്ടിനെ ആക്സെപ്റ്റ് ചെയ്യാൻ, അതുകൊണ്ടാണ് അവർ മൈൻഡ് വളരെ വളരെ സെൻസിറ്റീവായി പെട്ടെന്ന് റോങ് ഡിസിഷൻ എടുക്കുന്നത്. ആണോ ഇല്ലയോ? ഒരു നിമിഷം കൊണ്ടൊക്കെയാണ് റോങ് ഡിസിഷൻ. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വിചാരിക്കണം ഞാൻ ലെക്ചർ അടിക്കുകയാണ്. ഞാൻ പറയില്ലേ, ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്, അതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. എത്ര എണ്ണാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ചാടരുത്. എന്നാലും ഒരു പ്രൊവൊക്കേഷനാണ് ചാടാൻ. എന്നിട്ട് ചത്തുപോകുന്നു. എന്നാൽ ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കണോ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ് ഇതൊക്കെ. 1ഉം 2ഉം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരല്ല. അപ്പൊ എന്തു പറഞ്ഞാലും അവർക്കൊരു തോന്നലാണ്, എന്താ ഞങ്ങൾക്ക് ചെയ്താൽ. ആണോ? നിങ്ങൾ നോക്ക്, എത്ര ലവ് അഫെയറിലാണ് ഓരോന്ന് പോയി പെട്ട് തല്ലിക്കൊന്നും അടിച്ചുകൊന്നും കുത്തിക്കൊന്നൊക്കെ പോകുന്നത് ഉണ്ടോ? ഏതെങ്കിലും പാരന്റ്സ് പറഞ്ഞാൽ മനസ്സിലാക്കും അവര്, മോളെ ശരിയല്ല ബന്ധം, എനിക്ക് തോന്നില്ല അവൻ നല്ല. ഹൂ കെയേഴ്സ്? ഞാനല്ലേ പ്രേമിക്കുന്നത്, നിങ്ങളല്ലല്ലോ. അതൊക്കെയാണ് ആ ഒരു. ആണോ അല്ലേ? ഈ തരത്തിലൊക്കെ ഉള്ളൊരു സെൻസിറ്റീവ് ആൻഡ് ഇമോഷണൽ ആൻഡ് വെരി റിയാക്റ്റീവ്, വളരെ റിപ്പൾസീവാണ്. അത് സുഖം കൂടുന്തോറും മനസ്സിന്റെ ഒരു ദുർബലതയാണ്. ആണോ? അപ്പൊ അവിടേക്കാണ് കുറച്ചൊക്കെ ഒരു വകതിരിവ്, ഉള്ളിലൊരു തിരിച്ചറിവ്. അച്ഛനും അമ്മയും കഷ്ടപ്പെടല്ലേ, അവരെ വേദനിപ്പിക്കണോ എന്നൊക്കെ ഒരു തോന്നണ്ടേ? വേണോ വേണ്ടേ? അതാണ് ഒരു ഉപാസന കൊണ്ട് നേടേണ്ടത്. അമ്പലത്തിൽ കൊണ്ടുപോയി കുട്ടികളെ കൊണ്ട് നാമൻ കമ്പൽസറി ചൊല്ലിക്കണം. നേടണം എങ്ങനെങ്കിലും അവരെയൊക്കെ ഈ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ഏതാണോ ഉപാസിക്കുന്ന ദൈവമന്ത്രം ഒരു 108 തവണ ഡെയിലി ജപിപ്പിച്ചു നോക്കൂ. ഞാൻ ഗ്യാരണ്ടി തരാം, നമുക്ക് കുടുംബബന്ധങ്ങൾ നേരെയാക്കാം. ഇതല്ലാതെ ഷോർട്ട് കട്ട് ഇല്ല. എന്നാ അന്യപന്തായനായ വിദ്യതേ. നിങ്ങളൊക്കെ ഗുരുവായൂർ പോകുന്നതല്ലേ, പോറില്ലേ? ഡെയിലി ഗുരുവായൂരപ്പനെ കേൾപ്പിക്കുന്നതാണ് പുരുഷ സൂക്തം. ഓം സഹസ്രശീർഷ പുരുഷ, കേൾക്കാറില്ലേ അവിടെ? അതൊരു വേദിക് മന്ത്രാണ്. അതിൽ പറയുന്നതാണ് അന്യപന്തായനായ വിദ്യതേ. ഈ മന്ത്രോപാസനകളല്ലാതെ മനസ്സിനെ നേരെയാക്കാൻ ഷോർട്ട് കട്ടുകളൊന്നും ഇല്ല. വേറെ ഷോർട്ട് കട്ട് ഇല്ല. മനസ്സിലാവുണ്ടോ നിനക്ക്? പക്ഷെ എവിടെയോ നമ്മൾ കുട്ടികളിലൊന്നും ഏത് കൊണ്ടുവന്നില്ല? മന്ത്രോപാസന സംസ്കാരം കൊണ്ടുവന്നില്ല. അപ്പൊ അങ്ങനെ കൊണ്ടുവരാൻ അമ്മയോട് പറയാണ്, അമ്മേ, അടുത്ത ശ്ലോകം ഇതാണ്: ചേതക്കലസ്യ ബന്ധായ മുക്തേച്ച ആത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തേ. ഇതൊരൊറ്റ പോയിന്റ് നിങ്ങൾ എപ്പോഴും ഓർത്താൽ മതി. മനസ്സിലായില്ല? എന്താണ്? എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എൻ്റെ ശ്രദ്ധ എന്നെ അലട്ടുന്ന കാര്യത്തിലേക്ക് തിരിച്ചു വെച്ചതാണ്. ഏത് ഭാഗത്തേക്കാണോ സ്പീക്കർ വെക്കുന്നത് അല്ലെങ്കിൽ കോളാമ്പി വെക്കുന്നത്, ആ ഭാഗത്തല്ലേ അങ്ങ് ദൂരെ വരെ കേൾക്കും. ഉണ്ടോ? ആണോ? ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും വ്യക്തമായിട്ട് കേൾക്കാൻ കാരണം നിങ്ങൾക്ക് നേരെയാണ് സ്പീക്കർ വെച്ചത്. ആണോ? ഇതുപോലെയാണ് എൻ്റെ ശ്രദ്ധ എൻ്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക് തിരിച്ചാൽ അതെന്നെ കണ്ടുകൊണ്ടിരിക്കും. അതൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പൊ ആ ശ്രദ്ധ എന്ത് ചെയ്യണം? അതിൽ നിന്നും മാറ്റണം. അത് നിങ്ങൾ പറഞ്ഞാൽ മാറില്ല. ചില ആളുകൾ അവരുടെ വാശിയാണത്. പണ്ടൊരു തമാശയായിട്ടൊരു കഥ കേട്ടത് ഇങ്ങനെയാണ്. ഒരു ആള് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ വീട്ടിൽ ധാരാളം ഈച്ച ശല്യമുള്ളൊരു സമയം. നമ്മുടെ നാട്ടിൽ ഈ ചക്കയുടെ കാലം വന്നാൽ ധാരാളം എന്തുവരും? ഈച്ച ശല്യം. അപ്പൊ ഈ മേശപ്പുറത്താണ് ഈ ചക്ക മുറിച്ചും വെച്ചിട്ടുണ്ട്. ഇയാള് ചോറെടുത്ത് കഴിക്കുമ്പോൾ അതിന്നൊരു ഈച്ച വായിലേക്ക് കയറിയെന്നൊരു സംശയം. അത് ഉള്ളിലേക്ക് പോയി എന്നൊരു തോന്നല്.
പിന്നെ ഈ മനുഷ്യന്റെ അടുത്ത സംശയം എന്താവും, അത് വയറിന്റെ ഉള്ളിൽ പറക്കുന്നുണ്ടോ എന്ന്. ആര് പറഞ്ഞു, വട്ടുണ്ടോ മനുഷ്യ, അത് ഉള്ളിൽ കയറി ചത്തുപോലെ. എനിക്ക് ഉള്ളിൽ പറക്കുകയാണെന്ന്. നിന്റെ വയറ്റിന്റെ ഉള്ളിൽ പോയ ഒരു പക്ഷെ ചത്തുപോകും, എന്റെ വയറ്റിന്റെ ഉള്ളിൽ അത് പറക്കുകയാണ്. എന്താ പറയുക, ഭാര്യ എനിക്ക് തോന്നുന്നു കാഞ്ഞിരമറ്റം കുട്ടേക്കാവ് ഏരിയയിലൊക്കെ ആയിരിക്കണം, നല്ല തളച്ച വെള്ളം കൊടുത്തിട്ട് കുടിക്കും മനുഷ്യാണ്. ഈച്ച പറക്കുകയാണ് അത്ര വയറ്റിൻ്റെ ഉള്ളിൽ. ആ നല്ല ചൂടുവെള്ളം കുടിച്ചിട്ട് തൊണ്ട പൊള്ളിയതിന് അതിനും ഭാര്യ ചീത്ത പറയണ, ഇടി ഈച്ച ചത്തില്ല പക്ഷെ തൊണ്ട പൊള്ളിന്ന്. ഭാര്യ ആവും പാടൊക്കെ ശ്രമിച്ചു നോക്കി എന്താ ചെയ്യാന്ന്. കുറെ അരിഷ്ടം കുടിപ്പിച്ചു, അയാൾക്ക് ലൂസ് മോഷൻ പിടികിട്ടി. എന്നിട്ടും ഈച്ചയ്ക്ക് ഒരു ഈച്ച പറക്കില്ല. എന്തു വട്ട 2 ദിവസം ഇയാൾ ജോലിക്ക് പോകില്ല. രാവിലെ തുടങ്ങും കിരികിരി. ഭാര്യയോട് പറയും, ഇടയ്ക്കിടയ്ക്ക് നീ ഒന്ന് വയറ് വെച്ച് നോക്ക്, എന്നിട്ട് കാത് വെച്ച് നോക്ക്, വയറ്റിൻ്റെ ഉള്ളിൽ പറക്കുണ്ടോന്ന്. ഇയാൾക്ക് ഗ്യാസിന്റെ അസുഖമാണേ, അത് ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ കിരികിരി ഈച്ച പറക്കണം. ഭാര്യ കൊണ്ടുപോയി ഒരു ഡോക്ടറെ അടുത്ത്, അയാളെന്തോ മരുന്നൊക്കെ കൊടുത്തു. ഇയാൾക്ക് വയറുവേദനയും വന്നു, ഈച്ചയോട്ട് പോകണം കുട്ടിയ. ഭാര്യ തന്നെ അരിഷ്ടം കൊടുത്തിട്ട് ഇനി ഒന്നും പോവാനില്ല, അത്രയും ലൂസ് മോഷൻ അടിച്ചു. അതിൻ്റെ ഇടയിൽ മറ്റാളും ഡോക്ടറും ഇത് തന്നെയാണ് മരുന്ന് കൊടുത്തത്. അവസാനം ഭാര്യയ്ക്ക് മനസ്സിലായി ഇത് വട്ടിന്റെ ലോകത്തിലേക്കാണ്. കൊണ്ടുപോയി സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത്. അപ്പൊ ഈ സൈക്കാട്രിസ്റ്റുമാർക്ക് ഇങ്ങനത്തെ രോഗികളെ വേഗം കണ്ടാൽ അറിയാം. ഇയാളെ കടത്തി, ഈ സൈക്കാട്രിസ്റ്റ് എന്താ വെച്ചാൽ ഇയാളുടെ സ്റ്റെതസ്കോപ്പ് എടുത്തിട്ട് ഇയാളുടെ കാതിൽ കുത്തി, എന്നിട്ട് അതിന്റെ ടെസ്റ്റ് ചെയ്യുന്ന ഭാഗത്ത് അടിയിൽ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് വയറിന് മുകളിൽ അമർത്തി. അപ്പൊ അതിൽ ചൊറിയുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ വിരലനക്കുമ്പം കിരി ഒരു ശബ്ദം ഉണ്ടാവും. ഇയാളോട് പറഞ്ഞു, ഈ ഈച്ചയാണ് നിങ്ങളുടെ വയറ്റിൽ എന്ന്. അയാൾ പെട്ടെന്ന് ചാടി എണീറ്റ് പറഞ്ഞു, ഡോക്ടറെ നിങ്ങൾ ദൈവമാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോഴും മനസ്സിലായില്ല എൻ്റെ വയറ്റിൻ്റെ അകത്ത് ഈച്ച ഉണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിനിപ്പോൾ 2 ഓപ്ഷനുണ്ട്, ഒന്നുകിൽ കീറി ഈച്ചയെ പുറത്തെടുക്കണം, അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ കീറുകയാണെങ്കിൽ പിന്നെ സ്റ്റിച്ചിങ് അതിനൊക്കെ കൂടെ 3-4 ലക്ഷം രൂപ വരും. കാരണം അതിന് സർജൻ വേണം, അനസ്തീഷ്യ, ഒരുപാട് കാര്യങ്ങൾ വേണം. അല്ലെങ്കിൽ ഞാൻ വയറമർത്തും, നിങ്ങൾ വലിച്ചോളണം, ഈച്ച മേലോട്ട് വരും, എന്നിട്ട് നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് തുപ്പിക്കോ, കുഴപ്പമില്ല, കാര്യം 25,000 രൂപ അതിന് ഞാൻ ഏറ്റു, ഈച്ചയെ പുറത്തെടുക്കാം, ഏത് വേണമെന്ന്. അയാൾ പറഞ്ഞു, ഞാൻ വലിച്ചോളാന്ന്. ഡോക്ടർ ഇയാളെ മലർത്തി കിടത്തി, ഇയാളെ വയറൊന്ന് അമർത്തും, ശ്വാസം വലിക്കാൻ പറഞ്ഞു. എന്നിട്ട് സ്റ്റെതസ്കോപ്പ് ഒന്നുകൂടി മുകളിലേക്ക് കയറ്റും, ഒന്നുകൂടി ചൊറിയും. എന്തിനു വേണ്ടിയിട്ട്? ഈച്ച മുകളിലേക്ക് വരുന്നുണ്ടെന്ന് ഇയാളെ ബോധ്യപ്പെടുത്താൻ. ഒന്നുകൂടി വലിക്കാൻ പറയും, ഒന്നുകൂടി ചൊറിയും. ഏറെക്കുറെ കഴുത്തെത്തുമ്പോഴേക്കും നേഴ്സിനോട് പറഞ്ഞു, അവിടെ എവിടെയും പോയി പിടിച്ചു കൊണ്ടുപോകാന്ന്. അയാള് കണ്ടു തുറക്കും, ഈച്ചയെ കാണിച്ചു കൊടുക്കണ്ടേ. ആ പാവം ഈച്ചയുടെ പിന്നാലെ നടക്കുക നേഴ്സ്, ഇതെവിടെങ്കിലും ഒന്ന് കിട്ടണ്ടേ ഒരു സാധനത്തിന്. അവസാനം ഒരു ഈച്ചയൊക്കെ പിടിച്ചു കൊണ്ടുവന്നു, ഇയാളുടെ കയ്യിൽ കൊടുത്ത് ഇയാൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് ഇയാളോട് പറഞ്ഞു, പേഷ്യനോട് പറഞ്ഞു, ഇനി ഉള്ളിൽ നിന്നിട്ട് വരണം, നിങ്ങൾ അത്ര കാറി തുപ്പിക്കും, എന്നാലും കുഴപ്പമില്ല. ഇയാളങ്ങ് പറഞ്ഞിട്ടാണ് ഛർദ്ദിക്കുന്ന പോലെയാണ് തുപ്പുന്നത് ഡോക്ടറുടെ കയ്യിലേക്ക്. അപ്പോൾ ഡോക്ടർ കൃത്യമായിട്ട് വെച്ചിട്ടുമുണ്ട്. ആ ഈച്ചയെ കാണിച്ചു കൊടുത്തു, ഇതാണ് 7 ദിവസം നിങ്ങളുടെ വയറ്റിൽ കിടന്ന് കിരി. ഈ മനുഷ്യൻ എവിടുത്തുകാരൻ എനിക്കറിയില്ല, കാഞ്ഞിരമറ്റാവാൻ വഴിയില്ല. അയാൾ ആ ഈച്ചയെ നോക്കിയിട്ട് പറയാ, ഡോക്ടർ ഇതല്ല, കുറച്ചുകൂടി വലുതാണെന്ന്. അതിപ്പോഴും ഉള്ളിലുണ്ട് അത്രേ, തല്ലിക്കൊന്ന പോവോ എന്താ പറയാ. ഇതുപോലെ ചില ആളുകളെ നന്നാക്കിയെടുക്കാൻ വലിയ പാടാണ്. അങ്ങനെയൊന്നും അവര് പറഞ്ഞാൽ മനസ്സിലാവില്ല, അവരുടെ ഉള്ളിൽ ഈച്ച കയറിപ്പോയി ആണോ. അത് നിങ്ങളെ കുട്ടികളെയൊക്കെ അതാ ചിലരെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ പോയി. അതാണിന്നിപ്പോൾ ഒരുപാട് പാരൻസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. നിങ്ങൾ നോക്കൂ, ഒരുപാട് കുട്ടികൾ ആ ഡൽഹി ഇവരുടെ പാറ്റകളുടെ യുദ്ധത്തിന് പോയത്, കോക്രോച്ച് പാർട്ടിക്ക് പോയത് പാരൻസിന്റെ അനുമതി ഇല്ലാതെയാണ്. ഇന്നിപ്പോൾ പല വീടുകളിലും അതൊക്കെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അവരങ്ങോട്ട് പോവുക തന്നെയാണ്, മനസ്സിലായില്ലേ. അപ്പൊ ഈ തരത്തിലൊക്കെ ഉള്ള ഒരു എടുത്തുചാട്ടങ്ങൾ ഞങ്ങൾക്ക് എന്തും സാധിക്കുന്നുള്ള തോന്നലൊക്കെ വരുന്നതിന് കാര്യം ഇപ്പോഴത്തെ ഒരു കംഫർട്ടിൽ ജീവിക്കുന്നുണ്ടാണ്. അത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധ്യമല്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഉപാസന പരിശീലിപ്പിച്ചാൽ
പല അപകടങ്ങളെയും അവർക്ക് തിരിച്ചറിയാനുള്ളൊരു കഴിവ്, പല അപകടങ്ങളിലേക്കും പോകുന്നതിന് മുമ്പ് ഈയാമ്പാറ്റകളാവരുത്. ഒരു വെളിച്ചം കാണുമ്പോൾ ഈയാമ്പാറ്റ് പറന്നെടുക്കും. ഈ വെളിച്ചത്തോടടുക്കുമ്പോൾ എൻ്റെ ചിറക് കരിയുമെന്ന ആ വിവരം അതിനില്ല. താഴെ വീണ് ഉറുമ്പ് കൊണ്ടുപോകുമ്പോഴാണ് അല്ലേ സത്യം മനസ്സിലാവുക. അപ്പോഴേക്കും ചിറക് പോയി കഴിഞ്ഞു. ഇതുപോലെ ജീവിതം നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നിട്ട് എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം? മനസ്സിലാവണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധ്യമല്ല. കാരണം അവർക്ക് ഇതിലൊന്നും താല്പര്യം ഇല്ലേ. നിങ്ങൾ ഉപദേശിക്കാൻ പോയ ശത്രുക്കളാവും. ആണോ? അതിന് പകരം ഒരു കാര്യം ചെയ്യാവുന്നത്, കമ്പൽസറി ചെയ്യാവുന്നത്, നമുക്ക് അനുഷ്ഠാനങ്ങൾ അവരെ കൊണ്ട് ചെയ്യിച്ചെടുക്കുക എന്നുള്ളതാണ്. ആണോ? അത് മാത്രമേ ഉള്ളൂ നിൽക്കുള്ള വഴി. അവരെ കൊണ്ട് എങ്ങനെങ്കിലും ഈ നാമജപങ്ങൾ പഠിച്ചെടുപ്പിക്കുക എന്നുള്ളത്. അത് പാരൻസ് മുന്നോട്ട് വന്നാൽ വലിയൊരു മാറ്റം. ഇപ്പം നോക്കൂ, അമൃത കോളേജ്, കൊല്ലം അമൃത കോളേജൊക്കെ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അവർ കമ്പൽസറി നിയമം വെച്ചിട്ട് ലളിതാ സഹസ്രം അവിടെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കണം. നിങ്ങൾ ഏത് റിലീജിയനിൽ പെട്ടാലും ഉണ്ടോ അറിയും നിങ്ങൾക്ക്. അപ്പം ആ ഒരു കമ്പൽസറി അവർ വെക്കുന്നതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ആ കുട്ടികൾ അതെങ്കിലും ചൊല്ലുന്നുണ്ട്. ഇപ്പൊ ചിന്മയ മിഷൻ സ്കൂളുകളിലൊക്കെ ഗീത കമ്പൽസറിയാണ്. നിങ്ങൾ ഏത് റിലീജിയൻ ആയാലും ഉണ്ടോ പറയും. അതുകൊണ്ട് ആ കുട്ടികൾ പഠിച്ചേ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് അവർക്ക് എന്താ ഗീത എന്നെങ്കിലും കുറച്ച് അറിയാൻ പറ്റും. ഇതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഈ ഒരു സ്ട്രിക്ട്നെസ് വരണം. ഇപ്പൊ നോക്കൂ, നിങ്ങൾ മുസ്ലിം പള്ളികളൊക്കെ നോക്കൂ. നിങ്ങൾ മുസ്ലിം പള്ളികളെ ബാഹ്യയില്ല, പുറത്തുനിന്ന് നിങ്ങൾ കാണും അവർ പള്ളിക്കകത്തേക്ക് കയറുമ്പോഴേക്കും കാല് കഴുകണു, വലിയ വൃത്തിയൊക്കെ കാണിക്കും. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ പുറത്ത് കാലൊക്കെ കഴുകി. അപ്പൊ അവരെ പള്ളി സിസ്റ്റം അങ്ങനെയാ വെച്ചത്. പണ്ട് നമ്മുടെ ക്ഷേത്രങ്ങൾ അങ്ങനെയായിരുന്നു, കുളത്തിൽ പോയി കാല് കഴുകി. ഇന്നിപ്പോ എന്ത് കാല് കഴുകണത്? ഒക്കെ മാറിപ്പോയി നമ്മുടെ കൾച്ചർ. ഉണ്ടോ? കുളിച്ച് പണ്ട് ഈറനൊടുത്ത് പോയ അമ്മമാരുടെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു, നമുക്ക് ഉണ്ടായിരുന്നോ? ഒക്കെ പോയി. അപ്പൊ ഇപ്പം നമ്മൾ എന്ത് വെച്ചാൽ കോംപ്രമൈസ് ചെയ്ത് എന്താണ് വെറും തൊഴുതു പോവുക എന്നുള്ളൊരു കേന്ദ്രമാക്കി അതപ്പതിപ്പിച്ചു. അതിന് പകരം അതൊരു ക്ഷേത്രോപാസന. എന്താ വാക്ക് പറയൂ? ക്ഷേത്രോപാസനയാണ്. ക്ഷേത്രം എന്നുള്ള വാക്കിന്റെ കൂടെ വരേണ്ട വാക്കാണ് ക്ഷേത്രോപാസന. പറയൂ. അതാണ് ഹിന്ദുമതത്തിൽ ക്ഷേത്രം എന്നുള്ള വാക്ക് പൂർണ്ണമാക്കുന്നത്. അല്ലാതെ ക്ഷേത്രം എന്നുള്ള മാത്രമല്ല, ക്ഷേത്രോപാസന എന്നാണ്. അപ്പൊ ക്ഷേത്രം എന്തിനാണെന്നുള്ളത് തന്നെ അതിൽ അർത്ഥമായി. ക്ഷേത്രം എന്തിനാണെന്നുള്ളൊരർത്ഥം അതിൽ തന്നെ വന്നു. എന്തിനാണ് ക്ഷേത്രം? ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ രീതിയിൽ നമ്മൾ ഹിന്ദുക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പറയൂ. ഇല്ല, ആരും പറഞ്ഞു തരുന്നില്ല. അപ്പൊ ക്രമേണ നമുക്കൊരു നാമജപത്തിന്റെ സംസ്കാരത്തിലേക്ക് നമ്മുടെ ഹിന്ദു സംസ്കൃതിയെ കൊണ്ടുവരണം. ഒരു മനോബലമുള്ള, തിരിച്ചറിവുള്ള, വിവേകമുള്ള, പൊട്ടിത്തെറിക്കാത്ത, എടുത്തുചാട്ടമില്ലാത്തൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കണം. വേണം തോന്നുന്നുണ്ടോ? വേണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഒരു ഭാഗത്ത് ആത്മഹത്യ, ഒരു ഭാഗത്ത് ഡൈവേഴ്സ്, ഒരു ഭാഗത്ത് സത്യം, ഒരു ഭാഗത്ത് ഓരോ പ്രശ്നങ്ങള്. മനസ്സിലായില്ലേ? കുറെ ഡിപ്രഷന് മരുന്നാണെങ്കിൽ വലിയൊരു ഇപ്പൊ ഇന്ത്യയിൽ ആ നിയമം വരാൻ പോവാണ്. നമ്മുടെ കുട്ടികളില് ഡിപ്രഷനൊക്കെ ഉള്ള മരുന്ന് കഴിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയാം, മെഡിക്കൽ ഈ സ്റ്റോറുകൾക്കൊരു നിർബന്ധം കൊടുത്തിട്ടുണ്ട്, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് കൊടുക്കരുത്. പക്ഷെ അതൊക്കെ അവർ വയലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ അത് സ്ട്രിക്ട്ലി സ്ക്രൂട്ടനൈസ് ചെയ്യാൻ നമുക്ക് സിസ്റ്റം ഇല്ല. മനസ്സിലായില്ല? ചില മരുന്നുകളൊന്നും, ഉറക്കം കിട്ടാനുള്ള മരുന്ന്, ഇതൊന്നും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പൊ കുറെ സ്ട്രിക്റ്റ് ആക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, വിദേശ രാജ്യങ്ങൾ, ഇപ്പൊ എല്ലാവരും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഇവിടെയൊക്കെ പോവും. അവിടുത്തെ ഏറ്റവും വലിയ അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മരുന്നും കിട്ടില്ല, ഡോക്ടറും കാണാൻ പറ്റില്ല. ഒരു മരുന്നും കിട്ടില്ല, എല്ലാം ത്രൂ ഡോക്ടറിലൂടെ കിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ വിചാരിക്കണം, ഇന്നിപ്പോൾ വയറുവേദന ഉണ്ട്, ഡോക്ടറിൽ നിന്ന് കാണാം. അവിടെ പറ്റില്ല, അപ്പോയിൻമെന്റ് എടുക്കണം. ചിലപ്പോൾ സ്പെഷ്യലിസ്റ്റിനെയൊക്കെ കിട്ടാൻ 6 മാസമൊക്കെ കാത്തിരിക്കണം. മനസ്സിലായില്ലേ? ഒരു പല്ലുവേദന ഒന്നും അനുഭവിച്ച് തീർക്കുന്നേ പറ്റുള്ളൂ. ഒരു ഡെന്റിസ്റ്റിനെ കിട്ടണമെങ്കിൽ 2 മാസം വെയിറ്റ് ചെയ്യണം. അതൊക്കെയാണ് അവിടുത്തെ നിയമങ്ങൾ. അവരങ്ങനെ ജനങ്ങളെ ഒരുപാട് മരുന്നുകൾക്ക് അടിമപ്പെടാൻ അനുവദിക്കില്ല. പക്ഷേ ഇവിടെയാണെങ്കിൽ നിങ്ങൾ നേരെ ഓടി അപ്പം തന്നെ നിങ്ങൾ പെൻഡോൾ, അത് ഇത് കിടക്കണു 5 എണ്ണം. കാരണം നമ്മൾ തന്നെ ഡോക്ടർമാരായി മാറി. മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്?
ഞാനിത് നിങ്ങളോട് വെറുതെ പറയില്ല, നിങ്ങൾ അത് വിചാരിക്കരുത്. ഞങ്ങളവിടെ ആശ്രമത്തിൽ കുട്ടികളുടെ ക്യാമ്പ് നടത്തും എല്ലാ കൊല്ലവും. ഒരു 100 കുട്ടികളുണ്ടാവും. ഇതിലൊരു 10-20 കുട്ടികളെങ്കിലും മരുന്നായിട്ടാണ് വരിക. പാരൻസ് കൊടുത്തുവിടുകയാണ്, പനി വന്നാൽ നിനക്ക് ഈ മരുന്ന്, തലവേദന. അപ്പൊ ഈ കുട്ടി ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഒരു മരുന്നിന് അടിമപ്പെട്ട് ജീവിക്കാൻ പാരൻസ് ഉണ്ടാക്കി വെച്ച ദുരന്താണ്. എന്നാൽ പല ഡോക്ടർമാരും അവരുടെ മക്കളയക്കും ഒരു മരുന്ന് പോലും ഇല്ല. അതിൽ വെച്ചാൽ മഴ കൊണ്ടോ, അതിൽ വെച്ചാൽ അങ്ങനെ അത് നടക്കട്ടെ, അങ്ങനെ ജീവിക്കട്ടെ, അങ്ങനെ പഠിക്കട്ടെ. ഇത് നമ്മുടെ കേരളത്തിന്റെ ഒരു വലിയൊരു അവസ്ഥയാണ്. ആരോഗ്യമില്ലാത്ത ശരീരവും ആരോഗ്യമില്ലാത്തൊരു മനസ്സും. ആണോ അല്ലയോ? കാണുമ്പോൾ ഒരു രൂപം മാത്രമേ ഉള്ളൂ, ഉള്ളു മുഴുവൻ ചെതലരിച്ചിരിക്കുക. ചില ഫർണിച്ചറൊക്കെ കാണുമ്പോണ്ടല്ലോ, കാണുമ്പോൾ നല്ലത് തോന്നും. ഒരു 2 ദിവസം വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊടി പുറത്തേക്ക് വരും. ഈ ചൈനക്കാരുടെ കുറെ പ്രൊഡക്റ്റ് അങ്ങനെയാണല്ലോ, ഇല്ലേ? ഒരു 10 ദിവസം കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തി പൊടി പുറത്തേക്ക് വരും. ഉണ്ടോ ഇല്ലയോ? കാണുന്ന ഒരു ചേലേ ഉള്ളൂ, അകത്ത് പൊള്ളയാണ്. എന്നതുപോലെ ഇന്നത്തെ തലമുറയും ആരോഗ്യം കൊണ്ടും മോശമാണ്, മാനസിക ആരോഗ്യം കൊണ്ടും മോശമാണ്. സമ്മതിക്കുമോ? നിങ്ങൾ സമ്മതിക്കുമോ? പറയൂ. ഇതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മളിവിടെ ഭാഗവതവും അതുപോലെ ക്ഷേത്രങ്ങളും ഒക്കെ. അതാണ് ആത്മീയത. ആത്മീയത ഒരു വിശ്വാസമല്ല, ഇതൊരു പരിശീലനവും പരിവർത്തനവുമാണ്. നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്, നിങ്ങൾക്ക് മനസ്സിനെ കൂടുതൽ സ്ട്രോങ് ആക്കി എടുക്കാൻ പറ്റുന്നത്. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. കിങ്കിനി പദ കമല കൃഷ്ണ കങ്കണ കരയുഗള, കുങ്കുമ പങ്കില വക്ഷസ്ഥലവ കുവലയദളനീള, ദേവ ജയ ജയ ഭാഗവത, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. നവനീതഹരാ കൃഷ്ണ തരുണി ചിത്തഹരാ, ദയയാ പാലയ ദാമോദരക തുളസീദാമോദരാ, ദേവ ജയ ജയ ഭാഗവത, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ഗോവർദ്ധന തരണ കൃഷ്ണ ഗോപീ ജനരമണ, കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന, ദേവ ജയ ജയ ഭാഗവത,
जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूपा जय जय राधा कृष्ण स्वरूपा जय जय भागवता देवा जय जय भागवता नंदकुमार हरे कृष्ण नारद गीत गुणा नारायण वर भट्ट तिरीकृत श्रुतिवर शुभ फलदा देवा जय जय भागवता